ഇങ്ങനെ സാമ്പത്തിക ബാധ്യതയുണ്ട് തിരുമേനി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. അന്നത്തെ കാലത്ത്, അതായത് 96-97 കാലഘട്ടങ്ങളാണ് എനിക്ക് തോന്നുന്നു, പുള്ളി എന്നോട് പറഞ്ഞത് അന്ന് 10,100 രൂപ അടുത്തൊരു ഹോം നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, തിരുമേനി എനിക്ക് 5,000 രൂപ കടബാധ്യതയുള്ളൂ, ഈ 5,000 രൂപ കടബാധ്യത തീർക്കാൻ വേണ്ടി ഞാൻ 10,100 രൂപ കൊടുത്ത് ഹോം നടത്തണം തിരുമേനി എന്ന് ചോദിച്ചു. പുള്ളി എന്നോട് പറഞ്ഞ വാക്കെന്ന് അറിയാമോ? വെച്ചിട്ട് പോടാന്ന് പറഞ്ഞ വാക്കുകൾ വേറെയാണ്, നമുക്കത് ഇതികൂടെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതുപോലെയാണ് ആൾക്കാർ പറ്റിക്കപ്പെടുന്നത്, ഒത്തിരി പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും പറ്റിക്കപ്പെടാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇതുകൊണ്ട് തന്നെ, അതായത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ നമ്മൾ സമയം നോക്കുന്ന പോലെ, അതുപോലെ തന്നെ നമ്മൾ ഈ സംഖ്യാശാസ്ത്രം എന്ന് പറയുന്ന കാര്യം എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടാക്കി തന്നൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, അവർക്ക് പ്രയോജനം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കിട്ടിയൊരു അനുഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കി കിട്ടിയൊരു കാര്യം. കാരണം എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നു. ഗുരു എന്ന് പറയുന്ന ഒരു ഭിക്ഷക്കാരി അമ്മയാണ്. ആൾ മരിച്ചുപോയി, സുനാമി പെട്ട് മരിച്ചുപോയി. അപ്പോൾ ചോദിക്കും ഇങ്ങനെ ഭിക്ഷക്കാരി ആയെന്ന്. അപ്പോൾ ഈ കാക്കാലത്തികൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ, കൈനോട്ടൊക്കെ നടക്കണേ. അങ്ങനെ അമ്മയോട് എങ്ങനെ വന്ന് നമ്മുടെ പഴയ കാല ചരിത്രങ്ങൾ ഇവർ പറയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ആ സ്ത്രീയാനെ പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ മേരി അമ്മ, ഞാൻ പറയണു, ഞാൻ ഹിന്ദുവാണ്. ഇപ്പോഴും അമ്മ തന്ന മാലയാണ് ഇത്, തന്ന മാലയാണ്. അതിനുശേഷം ഒരു 10-18 വർഷമായിട്ടുണ്ട് അമ്മ. ആ സമയത്ത് അമ്മ തന്നൊരു കാര്യമാണ് എനിക്ക്. അപ്പം അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക്. കാരണം അതുകൊണ്ട് ഞാൻ കുറേ പേർക്ക് നല്ല പ്രവൃത്തി ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക്.